എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇങ്ങനെ കള്ളക്കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി ഫയൽ ചെയ്താ ഞങ്ങൾ അങ്ങ് പേടിച്ചു പോകുന്ന താൻ കരുതണ്ട. അയ്യോ, ഇത് കള്ളക്കേസൊന്നുമല്ല. എന്നെ ഗിരി ഭീഷണിപ്പെടുന്നത് കണ്ട സാക്ഷികളുണ്ട്. നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ച ഉത്തരവാദി ഗിരിയാണെന്ന് നാട്ടുകാരറിയണം. അതെനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് പരാതി രജിസ്റ്റർ ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് മുകളിലും ഓഫീസർമാരുണ്ടല്ലോ. മഞ്ജുവിന് ഭർത്താവിനെതിരെ പരാതി എഴുതാൻ ബുദ്ധിമുട്ട് കാണും. എടോ പീതാംബര, താൻ വാ. ഇവിടെ ജോലി ചെയ്യുന്ന പോലീസുകാരും ഉണ്ട്. പീതാംബര, താൻ ഇറക്കി വിട്ടിട്ടും പ്രീതിക്ക് ഞങ്ങൾ അഭയം കൊടുക്കുന്നതിന്റെ ദേഷ്യമല്ലേ താൻ ഞങ്ങളോട് കാണിക്കുന്നത്? അതിനുള്ള പണി അവൾ തന്നെ നിനക്ക് തന്നോളൂ. അവളെ ആ വീട്ടിൽ കയറ്റിയതിന് നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നോക്കിക്കോ. ഗുഡ് മോർണിംഗ് മഹിമ. മഹിമ വിളിച്ചതും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരുപാട് പഠിക്കാനുള്ള കുട്ടിയല്ലേ, എനിക്ക് വേണ്ടി കാത്തുനിന്ന് സമയം കളയണ്ടെന്ന് തോന്നി. ഹോ, ഇന്നലെ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. വീട്ടിലുള്ളവർ ഇപ്പോഴും അതിന്റെ ഷോക്കിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടില്ല. ഗോപാൽജി വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്താൻ ഈ നാട്ടിൽ വേറെ ആർക്കും ധൈര്യം കാണില്ല. ഒരു പെണ്ണിന്റെ ശക്തി എന്താണെന്ന് മഹിമ അവർക്ക് കാണിച്ചു കൊടുത്തു. കഴിഞ്ഞോ?